തിരുവനന്തപുരം നെടുങ്കാടിൽ വയോധികർ മാത്രമുള്ള വീട്ടിൽ രാത്രി കത്തികാട്ടി കവർച്ച. യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിലായിരിക്കെയാണ്. മണക്കാട് സ്വദേശി അനീഷ്, പേരകം സ്വദേശി അജിത്, ഭാര്യ കാർത്തിക എന്നിവരാണ് പിടിയിലായത്. വിവരങ്ങളുമായി VS അനുരാഗ് ചേരുന്നു. അനുരാഗ്, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലുള്ള സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കത്തികാട്ടി വയോധികർ മാത്രമുള്ള വീട്ടിൽ കയറിയാണ് കവർച്ച നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇവരെ പിടികൂടാൻ സാധിച്ചത്? ഈ കാര്യം പുറം ലോകത്തേക്ക് അറിഞ്ഞത് എങ്ങനെയാണ്? ആ വയോധികരുടെ മാനസികാവസ്ഥയൊക്കെ എന്താണ് ഇപ്പോൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, ആസൂത്രിതമായി നടത്തിയ കവർച്ചയാണ്. ഈ സംഘം ഇന്നലെ ഉച്ചയോടെ ഒരു സർവേ എന്ന വ്യാജേന ഈ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സാഹചര്യവും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമാണ് ഈ സംഘം അവിടെ നിന്ന് മടങ്ങിയത്. പിന്നീട് രാത്രിയോടെ ഈ വയോധികർ മാത്രമുള്ള വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഉച്ചയ്ക്ക് വന്നപ്പോൾ ബാഗ് മറന്നു വെച്ചു എന്ന് പറഞ്ഞാണ് ഇവർ വീട്ടിനുള്ളിൽ നിന്ന് ഈ വയോധികരെ പുറത്തേക്ക് വിളിച്ചിറക്കിയത്. അതിനുശേഷം ഈ യുവതി അടങ്ങുന്ന സംഘം കത്തികാട്ടി ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് സ്വർണ്ണമാലകൾ കവർന്നത്. പിന്നാലെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ സ്റ്റൈൽ തന്നെയായിരുന്നു. ഒരു മുഖം മൂടി പോലും ധരിക്കാതെ അത്ര ധൈര്യത്തോടെയാണ് ഈ സംഘം വീട്ടിലേക്ക് കയറി ചെന്ന് ഈ കവർച്ച നടത്തുന്നത്. പിന്നാലെ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. കൃത്യസമയത്ത് കരമന പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇവർ സ്ഥിരം കുറ്റവാളികളായ പ്രതികളാണെന്ന് മനസ്സിലാകുന്നത്. മണക്കാട് സ്വദേശി അനീഷും പേരകം സ്വദേശി അജിത്തും ഭാര്യ കാർത്തികയുമാണ് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായി. പിന്നാലെ തന്നെ ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം തലസ്ഥാനത്ത് മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ചാലയിലുള്ള ഒരു കടയിൽ ഒരു സ്വർണ്ണമാല ഇവർ വിറ്റു എന്ന വിവരം അറിയുകയും ചെയ്തു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് 4 മണിക്കൂറിനകം ഈ പ്രതികളെ പിടികൂടാൻ 3 പ്രതികളെയും പിടികൂടാനും ഈ മാലകൾ കണ്ടെത്താനും കരമന പോലീസിന് ആയത് എന്നുള്ളതാണ്. എന്തായാലും പ്രതികൾ ഇപ്പോൾ കരമന സ്റ്റേഷനിലുണ്ട്. വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും ആസൂത്രിതമായി നടത്തിയ കവർച്ചയാണ്. ഇത്തരത്തിൽ പല ആളുകളും സർവേ എന്ന വ്യാജേനയും പല കാര്യങ്ങൾ പറഞ്ഞും വീടുകളിലേക്ക് കയറി ചെല്ലുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ സാഹചര്യങ്ങൾ പരിശോധിച്ചാണ്, അവിടെയുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ഇവർ അവിടേക്ക് മോഷണത്തിലേക്ക് എത്തുന്നത് എന്ന കാര്യം നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശമായി നൽകിയിട്ടുണ്ടായിരുന്നു. അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കവർച്ചയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിരിക്കുന്നത്. VS അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.